അപ്പം ഇതിൻ്റകത്ത് നമുക്ക് പല ടൈപ്പ് സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇത് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് സ്പീഡ്, കേബിൾ ടൈപ്പ്, ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പം സാധാരണ നമ്മൾ ഫാസ്റ്റ് ഇത്തർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 100 MBPS വരെ സ്പീഡുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ ഫാസ്റ്റ് ഇത്തർനെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കേബിൾസ് നോക്കുകയാണെങ്കിൽ അത് കാറ്റഗറി 5 കേബിൾസ്, അതിന് ട്വിസ്റ്റഡ് പെയർ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെ ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ജനറലി നമ്മളൊരു സ്വിച്ച് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വിച്ചിൻ്റെ അകത്ത് ഈ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു 100 ബേസ് TX അല്ലെങ്കിൽ FX എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സ്വിച്ചിൻ്റെ അകത്ത് ഇത് സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം സ്പീഡ് 100 MBPS കിട്ടത്തുള്ളൂ. ഇനിയും 1 GBPS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ IEEE സ്റ്റാൻഡേർഡും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് റെഫർ ചെയ്ത് നോക്കണമെങ്കിലും എളുപ്പമാണ്. അപ്പം 1 GB ഇത്തർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 GBPS പെർ സെക്കൻഡ് ആണ്. അപ്പം 1 GB ആ ഒരു സ്പീഡിൽ നമുക്ക് പെർ സെക്കൻഡിൽ കിട്ടും. അപ്പോൾ അത് സാധാരണ Cat5e കേബിൾ വേണം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കേബിൾ കാറ്റഗറി ആയിരിക്കണം. ഫൈബർ ഒപ്റ്റിക്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് വേരിയൻസ് ഉണ്ടോ? വേരിയൻസ് നമുക്ക് ഈ ടൈപ്പ് വേരിയൻസ് ആണ് നമുക്കുള്ളത്. അതുപോലെ ഇത് ജനറലി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ഹോം ഇൻ്റർനെറ്റിനും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓഫീസിനകത്തുള്ള നെറ്റ്വർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗിഗാബൈറ്റ് ഇത്തർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ജനറലി നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ഇത്തർനെറ്റ് നമ്മൾ ഇൻ്റർഫേസ് കാണുന്നത്, കേബിൾ വെച്ചുള്ള ഫാസ്റ്റ് ഇത്തർനെറ്റ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ മറ്റേ റൗട്ടർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ TP ലിങ്കിൻ്റെയും ഒക്കെ D-Linkൻ്റെ ഒക്കെ റൗട്ടറോ, അല്ലെങ്കിൽ അൺമാനേജ്ഡ് ആയിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള സ്വിച്ചുകൾ മേടിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പം ഈ ഒരു ഫാസ്റ്റ് ഇത്തർനെറ്റ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലായിടത്തും ഇപ്പം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഡിവൈസുകളിലൊക്കെ വരുന്നത് ഗിഗാബൈറ്റ് ഇത്തർനെറ്റാണ്. അപ്പം എല്ലാവർക്കും ഒരു 1 GBPS കണക്ഷൻ വരെ നമുക്ക് ഇപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ സ്വിച്ചുകളൊക്കെ ആണെങ്കിലും 1 GBPS കണക്ഷൻ നമുക്ക് കിട്ടും. കാരണം മിക്കവാറും എല്ലായിടത്തും ഇപ്പം എല്ലായിടത്തും കാണുന്ന ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് ഇപ്പം ഗിഗാബൈറ്റ് ഇത്തർനെറ്റാണ്.